So next topic is splicing. ഇപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ J.39 എന്നുള്ള പേജ് ഓൾമോസ്റ്റ് ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ് സ്പ്ലൈസിങ്. ബൈ സ്പ്ലൈസിങ് we mean combining two or more overlapping series of index numbers with different base years into one with a common base year. അതായത് സ്പ്ലൈസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സീരീസ് ഉണ്ട്. ഓക്കെ, അതിനെന്താ ഉണ്ടാവുക, അതിൻ്റെ ബേസ് ഇയേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് നമ്മൾ ഒരൊറ്റ കോമൺ ബേസ് ഇയർ ആക്കുക എന്നുള്ള ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് സ്പ്ലൈസിങ്. Suppose we have a series of index numbers from 1980 to 1990. അതായത് 1980 മുതൽ 1990 വരെ നമുക്ക് സീരീസ് ഓഫ് ഇൻഡെക്സ് നമ്പർ ഉണ്ട് വിത്ത് 180 ബേസ് ഇയർ. അപ്പോൾ അതിൻ്റെ ബേസ് ഇയർ ഏതാവുക 1980 ആകും. ഇനി വേറെ ഒരെണ്ണം നമുക്കുള്ളത് 1985 മുതൽ 1995 വരെയാണ്. അതിൻ്റെ ബേസ് ഇയർ 1985 ഇതിനെ then we can convert the second into a series with base 1980. അതായത് ഇപ്പോൾ ഈ രണ്ടാമത്തേനെ അതിന് അതായത് 1985 മുതൽ 1995 നമ്മൾ പറഞ്ഞു, അതിനെ 1980 എന്നുള്ള ബേസ് ഇയർ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ആൻഡ് കമ്പൈൻ വിത്ത് ദ ഫസ്റ്റ് സീരീസ്, ആദ്യത്തെ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യാം. ആൻഡ് കൺവേർട്ട് ദ ഫസ്റ്റ് ഇൻറ്റു സീരീസ് വിത്ത് ബേസ് 1985 ആൻഡ് കമ്പൈൻ വിത്ത് സെക്കൻഡ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തേനെ രണ്ടായിട്ട് കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത്തേനെ ഒന്നായിട്ട് കമ്പൈൻ ചെയ്യാം. ഈ കമ്പൈൻ ചെയ്യുന്ന മെത്തേഡിനെ എന്നിട്ട് ഒരൊറ്റ ബേസ് ഇയർ ആക്കുക, അതിനെ പറയുന്ന പേരാണ് സ്പ്ലൈസിങ്. Thus we get in either case only one series with base year. In the first case is 1980. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണത്തിനെ ഒന്നാക്കുമ്പോൾ എന്താ ഉണ്ടാവുക, അതിന് ഒരു ബേസ് ഇയർ ഉണ്ടാവുള്ളൂ. Splicing is possible only when there is at least one overlapping year. ഏതെങ്കിലും ഒരു വർഷമെങ്കിലും ഓവർലാപ്പ് ചെയ്യണം. അങ്ങനത്തെ കേസിൽ മാത്രമേ സ്പ്ലൈസിങ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. സ്പ്ലൈസിങ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ എനാബിളിങ് കമ്പാരിസൺ ബിറ്റ്വീൻ ദി ന്യൂ ആൻഡ് ഓൾഡ് ഇൻഡെക്സ് നമ്പർ. അപ്പോൾ സ്പ്ലൈസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഒന്നാക്കുമ്പോൾ ആ ഇൻഡെക്സ് നമ്പറിൽ വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം മനസ്സിലാവും, ഇൻഡെക്സ് നമ്പറിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടായിട്ട് എന്നുള്ളത്. അപ്പോൾ എക്സാമ്പിൾ 37 നോക്കാം. എൻ ഇൻഡെക്സ് നമ്പർ വാസ് കൺസ്ട്രക്റ്റഡ് വിത്ത് 1980 as ബേസ്. ഇവിടെ 3 കോളം കണ്ടിട്ടുണ്ടോ നിങ്ങൾ. ആദ്യത്തെ കോളം ഇയറാണ് 1980 to 2000 വരെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കോളം ഇൻഡെക്സ് വിത്ത് 1980 as the ബേസ്. ഇവിടെ ഈ കോളത്തിൽ 1980 അതാണ് ബേസ്, അതായത് 100. പിന്നെ അടുത്ത മൂന്നാമത്തെ ഒരു കോളുണ്ട് ഇൻഡെക്സ് വിത്ത് 1996 as the ബേസ്. അവിടെ നോക്കൂ, അവിടെ 1996 ആണ് ബേസ്. ഈ 1996 എന്നുള്ള ഇയറിൻ്റെ പ്രത്യേകത എന്താ, 1996 ആദ്യത്തെ രണ്ടാമത്തെ കോളത്തിൽ 150 ആണ് അവിടുത്തെ ഇൻഡെക്സ് നമ്പർ. അതേപോലെ തന്നെ ലാസ്റ്റ് കോളത്തിൽ 100 അതിൻ്റെ ഇൻഡെക്സ്. അപ്പോൾ എന്താ ഉണ്ടാവുക, ഇവിടെ ഓവർലാപ്പിംഗ് 2 കൊല്ലത്തെ എന്ത് തന്നുണ്ട്, അല്ല ഒരൊറ്റ കൊല്ലത്തെ 1996 2 സ്ഥലത്തും എന്തുണ്ട്, ഇൻഡെക്സ് നമ്പർ തന്നുണ്ട്. ഇതാണ് ഓവർലാപ്പിംഗ് സീരീസ്. ഇങ്ങനെയുള്ളൊരു സീരീസിനെ മാത്രമേ നമുക്ക് സ്പ്ലൈസിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, now the index number thus obtained with 1996 are given below. അപ്പോൾ 1980 ബേസ് ചെയ്തായിട്ടുള്ള ഇൻഡെക്സ് നമ്പർ ഉണ്ട്, 96 ബേസ് ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ ഉണ്ട്. സ്പ്ലൈസ് ദ ഇൻഡെക്സ് 2 ടു ദ ഇൻഡെക്സ് നമ്പർ 1. നെക്സ്റ്റ് പേജിൽ ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല. ഇൻഡെക്സ് നമ്പർ 2 രണ്ടാമത്തെ ഇൻഡെക്സ് ഉണ്ടല്ലോ, അതിനെന്താക്കി മാറ്റണം, അത് ഇൻഡെക്സ് 1 ആക്കിയിട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ സ്പ്ലൈസ്ഡ് ഇൻഡെക്സ് നമ്പർ ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ദി ഫോർമുല. അപ്പോൾ നമുക്കൊരു ഫോർമുല ഉണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഓൾഡ് ഇൻഡെക്സ് ഓഫ് ദ ന്യൂ ബേസ് ഇയർ ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഇൻഡെക്സ് ഓഫ് ദി കറണ്ട് ഇയർ. അപ്പോൾ പുതിയ ബേസ് ഇയറിൻ്റെ മുമ്പത്തെ ഓൾഡ് ഇൻഡെക്സ് എന്താണ്, അത് ബൈ 100 ഇൻറ്റു ഇൻഡെക്സ് ഓഫ് ദി കറണ്ട് ഇയർ. ഹിയർ ഓൾഡ് ഇൻഡെക്സ് ഓഫ് ന്യൂ ബേസ് ഇയർ, അതായത് ഇൻഡെക്സ് നമ്പർ ഫോർ 1996 വിത്ത് 1990 as ബേസ്. അപ്പോൾ അതിൻ്റെ ഓൾഡ് ഇൻഡെക്സ് 150 ആണ്. അപ്പോൾ എല്ലാ നമ്പേഴ്സിനെയും എന്ത് ചെയ്യണം, 150 by 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, രണ്ടാമത്തെ സീരീസിനെ ഒന്നാമത്തെ ഇൻഡെക്സ് നമ്പറായിട്ട് സ്പ്ലൈസ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ നമ്പേഴ്സ് 1990 മുതൽ 96 വരെ സെയിം ആയിട്ട് ഫോളോ ചെയ്യും. 100, 105, 110, 112, 120, 125, 132, 150. ആ 96 വരെ അത് സെയിം ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ 96ൻ്റെ എൻഡിൽ എന്തായിരുന്നു നമ്മുടെ ഇൻഡെക്സ് നമ്പർ, 96 നമ്മുടെ ഇൻഡെക്സ് നമ്പർ 150 ആയിരുന്നു.
അപ്പോൾ 150/100 എല്ലാ ഇൻഡെക്സ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് കോളത്തിലത്തെ? രണ്ടാമത്തെ കോളത്തിലെ 1997 കേസാണ് പറയുന്നത്. 97 നമ്മൾ എടുക്കുക. നമുക്ക് 120 രണ്ടാമത്തെ ഇൻഡെക്സിൽ തന്നിരിക്കുന്നത്. അതായത് ഇൻഡെക്സ് വിത്ത് 1996 as ബേസ്. അതിൽ 120 ഉള്ളത്. ആ 120 150/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ 140 × 150/100, 150 × 150/100. അപ്പോൾ പുതിയ ഇൻഡെക്സ് കിട്ടും. അപ്പോൾ ഇതെന്തായി മാറി? ഇപ്പോൾ ഇതൊറ്റ ഇൻഡെക്സ് നമ്പറിൻ്റെ സീരീസായി മാറി 1980 മുതൽ 2000 വരെ. അപ്പോൾ 120 ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നമുക്കുള്ളത് 150. 140 സ്ഥാനത്ത് 210, 150 അവിടെ നമ്മൾ 225 എഴുതുക. ഇങ്ങനെയാണ് സ്പ്ലൈസിങ് ചെയ്യുക. നെക്സ്റ്റ് ഹെഡിങ് ബേസ് ഷിഫ്റ്റിംഗ് ആണ്. വൺ ഓഫ് ദി മോസ്റ്റ് ഫ്രീക്വൻറ്റ് ഓപ്പറേഷൻസ് നെസസറി ഇൻ ദ യൂസ് ഓഫ് ഇൻഡെക്സ് നമ്പർ ഇസ് ചേഞ്ചിങ് ദ ബേസ് ഓഫ് എൻ ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പറിൻ്റെ ബേസ് ചേഞ്ച് ചെയ്യണം. സച്ച് എ ചേഞ്ച് ഈസ് റെഫർ ടു ആസ് ഷിഫ്റ്റിംഗ് ദ ബേസ്. അതിനെയാണ് നമ്മൾ ബേസ് ഷിഫ്റ്റ് ചെയ്യുക പറയുക. Base shifting means changing the base year of a series of index number to another and recalculating the index number with new base. അപ്പോൾ എന്താ ബേസിങ് ചെയ്യുക? നമ്മുടെ ബേസ് ഇയറിൻ്റെ എന്താക്കി മാറ്റും? ബേസ് ഇയർ ഇൻഡെക്സിനെ വേറെ നമ്പറാക്കി മാറ്റും. എന്നിട്ട് പുതിയ ആ നമ്പർ വെച്ചിട്ട് നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യും. ഇൻഡെക്സ് നമ്പേഴ്സ് പുതിയ ബേസ് വെച്ചിട്ട് റീകാൽക്കുലേറ്റ് ചെയ്യും. എന്തിനാണ് നമ്മൾ ഷിഫ്റ്റിംഗ് ചെയ്യുന്നത്? ദ ബേസ് ഇയർ ഇസ് ടു ഫാർ ഫ്രം ദി കറണ്ട് ഇയർ. ഇപ്പോഴത്തെ ഒരു 10 വർഷത്തിന് ശേഷം, ഓക്കെ, ഇപ്പോൾ 2021 അപ്പോൾ നമ്മൾ 1990 2000 ഒക്കെ ബേസ് ഇയർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ ദൂരം ഉണ്ടായിരിക്കും അല്ലേ, ബേസ് ഇയറും കറണ്ട് ഇയറും തമ്മിൽ. അപ്പോൾ അത് അൺസ്യൂട്ടബിൾ ആവും. അതുപോലെ അപ്പോൾ ആ ഒരു ബേസ് ഇയർ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒട്ടും, കാരണം ഒരുപാട് മണിയുടെ വാല്യൂക്ക് ഡിഫ്ലേഷൻ, ഡീവാല്യുവേഷൻ, കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുക, അതൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ വളരെ പഴയ ഒരു ബേസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. Suppose we want to compare two series of index numbers, the comparison would be meaningful only if the two index number have a common base. അതായത് നമ്മൾ രണ്ട് സീരീസ് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് സീരീസിനും ഒരു കോമൺ ബേസ് ഉണ്ടെങ്കിൽ അത് മീനിങ് ആവുള്ളൂ. ഇഫ് നോട്ട്, ദ ബേസ് ഓഫ് വൺ ഓഫ് ദം ഈസ് ടു ബി ഷിഫ്റ്റഡ് സോ ആസ് ടു ബി സെയിം ഓഫ് ദാറ്റ് ഓഫ് അതർ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ബേസ് വേറെ ഒന്നായിട്ട് കൺവേർട്ട് ചെയ്യണം. ദ ഫോർമുല ഫോർ ഷിഫ്റ്റിംഗ് ദ ബേസസ് index number of an year by index number of base year into 100. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഈ പ്രോബ്ലം നോക്കാം. ഇൻഡെക്സ് നമ്പേഴ്സ് ഗിവൻ ബിലോ ആർ വർക്ക്ഡ് ഔട്ട് വിത്ത് 90, 90, 100 ആണ്. ഓക്കെ, ബേസ് ഇൻഡെക്സ് നമ്പർ. ഷിഫ്റ്റ് ദ ബേസ് ടു 2005. 2005 ബേസ് ആക്കിയിട്ട് നമ്മൾ മാറ്റണം. അപ്പോൾ 2005 ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ 420 ആണ്. അപ്പോൾ ഓരോ വർഷത്തെ ഇൻഡെക്സ് നമ്പർ ഓഫ് ഇയർ ഡിവൈഡഡ് ബൈ, ഇനി ഏതാണ് ബേസ് ആക്കാൻ പറഞ്ഞിരിക്കുന്നത്? 2005. അവിടുത്തെ ഇൻഡെക്സ് നമ്പർ എത്രയായിരുന്നു? 420. അപ്പോൾ എല്ലാ കറണ്ട് ഇയർ ഇൻഡെക്സ് നമ്പേഴ്സിനെ 420 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ബേസ് ഇയർ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് 2005 കൺവേർട്ട് ചെയ്യാം. അപ്പം 3 കോളം കൊടുക്കുക, നമ്മൾ ഇയർ എഴുതുക. ഗിവൺ ഇൻഡെക്സ് 1990 100 ആയിട്ടാണ് നമ്മൾ ബേസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി 2005 100 ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 215/420 × 100. അപ്പോൾ 51.2 കിട്ടും. ഓരോ ഇയർലി ഇൻഡെക്സ് നമ്പർ ബൈ 2005 ഇൻഡെക്സ് നമ്പർ ഇൻറ്റു 100. അപ്പോൾ 2005 വരുമ്പോൾ എന്താ ഉണ്ടാവുക? 420/420 × 100. അപ്പോൾ ബേസ് എന്തായി? 100 ആയി മാറി. അപ്പോൾ 2005 ആണ് ഇനി ബേസ് അല്ലേ. അപ്പോൾ 2006 450/420 × 100, 460/420 × 100. ഓക്കെ, അത്ര ചെയ്താൽ മതി ബേസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, an index is 100 in 2001. It raises 4% in 2002. 2001 ഇൻഡെക്സ് 100 ആയിരുന്നു. 4% കൂടി 2002. 2003 6% കുറഞ്ഞു. 2004 4% കുറഞ്ഞു. 2005 3% കൂടി. കാൽക്കുലേറ്റ് ദ ഇൻഡെക്സ് നമ്പേഴ്സ് ഫോർ ദി 5 years with 2003 as ബേസ്. അപ്പോൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 5 വർഷത്തിൽ 2003 ആണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ 2003 ഇൻഡെക്സ് നമ്പർ എത്രയാണ്? 2003 97.76. അപ്പോൾ ഓരോ വർഷത്തിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഓരോ വർഷത്തെ ഇൻഡെക്സ് നമ്പർ ഡിവൈഡഡ് ബൈ 2003 ഇൻഡെക്സ് 97.96 ഇൻറ്റു 100 നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 100/97.96 × 100, 104/.
വെച്ചിട്ട് അവർ ഇങ്ങനെ മാറ്റി വെച്ചു എന്ന് പറയും. എങ്ങനെ 104 കിട്ടുന്നത് അത് നമ്മൾ നോക്കണം. ഇൻഡെക്സ് 2001 അത് 100 ആയിരുന്നു. 4% റൈസ് എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ 104 ആയിരിക്കും. 2003 6% ഫോളാണ്, അപ്പോൾ 100-ന്ന് 6% കുറഞ്ഞ 94 ആവും. അപ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ ഓരോ വർഷത്തെ ഈ ഫോളും റൈസും ചെയ്തിട്ടുള്ളതിന് ശേഷമുള്ള ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ കോളാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. 2004 എന്താണ്ടായത്, 2004 ഫോൾ 4% ആണ്. അപ്പോൾ തൊട്ട് മുമ്പത്തെ ഇൻഡെക്സ് നമ്പർ ഇൻറ്റു ഫോൾ ആയിട്ടുള്ളത് 100-ന്ന് 4 പോയി കഴിഞ്ഞാൽ 96 ഡിവൈഡഡ് ബൈ 100. ഇനി അതിൻ്റെ തൊട്ട് മുമ്പത്തെ എത്രയായിരുന്നു, 2004 ഇൻഡെക്സ് വന്ന് 93.85 ആയിരുന്നു. 93.85 ഇൻറ്റു 3% റൈസ് ആണ്, അതുകൊണ്ട് 100 + 3 103/100, അപ്പോൾ 96.67. അപ്പോൾ ഓരോ വർഷത്തെയും ഇൻഡെക്സ് നമ്പർ കിട്ടി. അപ്പോൾ ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബേസ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കുക, ഓരോ വർഷത്തെ ഇൻഡെക്സ് നമ്പർ ബൈ ഇൻഡെക്സ് നമ്പർ ഓഫ് ബേസ് ഇയർ ഇൻറ്റു 100. അപ്പോൾ ഓരോ വർഷത്തെ ഇൻഡെക്സ് നമ്പർ 100/97.96. എന്താ ഈ 97.96 എടുക്കാൻ കാരണം നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 2003 ബേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓരോ ഇൻഡെക്സ് നമ്പർ 104/97.96 ഇൻറ്റു 100, ദെൻ 97.76 2003 ഡിവൈഡഡ് ബൈ 97.96 ഇൻറ്റു 100, അപ്പോഴാണ് 100 കിട്ടും. പിറ്റത്തെ വർഷം 93.85/97.96 ഇൻറ്റു 100, ലാസ്റ്റ് വർഷം 96.67 ഡിവൈഡഡ് ബൈ 97.96 ഇൻറ്റു 100. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡെക്സ് നമ്പേഴ്സ് കാൽക്കുലേറ്റ്. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് പിന്നെ ഒരു ലാസ്റ്റ് ചാപ്റ്റർ കൂടിയുള്ളൂ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.